ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ പാർട്ട് 14 വീഡിയോ ആണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലെ കമാൻഡ്സൊക്കെ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് ഫോൺ ഗ്രൂപ്പിലെ കമാൻഡ്സ് പഠിക്കാം. ഇവിടേക്ക് നോക്കുമ്പോൾ ഫോണ്ടുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കുറേ കമാൻഡ്സ് നമുക്ക് കാണാം. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ചൊന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടേക്ക് നോക്കുമ്പോൾ ഫോണ്ട് സ്റ്റൈല് നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫോണ്ട് സ്റ്റൈലിൻ്റെ നെയിമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കാണുന്ന ഫോണ്ട് സ്റ്റൈൽ ഏതാണോ ആ സ്റ്റൈലിലായിരിക്കും നമ്മളിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഫോണ്ട്സ് അപ്പിയർ ചെയ്യുന്നത്. നമുക്ക് ഈ ഫോണ്ട് സ്റ്റൈലല്ല മറ്റൊരു സ്റ്റൈലാണ് ആവശ്യമെങ്കിൽ ഇത് നമുക്ക് മാറ്റി കൊടുക്കുവാനായിട്ട് ആദ്യം നമ്മളിത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ നമുക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതല്ല ഒരു സെൻറ്റൻസ് മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് മൗസ് ഉപയോഗിച്ച് ഒരു ഷോർട്ട് കട്ടുണ്ട്. അതിനായിട്ട് മൗസ് പോയിൻ്റർ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ ഇപ്പം ഈ 3 വേർഡ്സ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന ശേഷം ട്രിപ്പിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. മൗസ് പോയിൻ്ററാണ് കൊണ്ടുവരേണ്ടത്. കഴ്സർ ഇവിടെയോ മറ്റെവിടെയോ നിന്നാലും പ്രശ്നമില്ല. മൗസ് പോയിൻ്റർ നമ്മളിവിടെ എവിടെയെങ്കിലും തന്നെ കൊണ്ടുവരണം. അതിനുശേഷം ട്രിപ്പിൾ ലെഫ്റ്റ് ക്ലിക്ക്, അതായത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ 3 തവണ അടുപ്പിച്ച് വേഗത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് സെലക്റ്റഡ് ആയി. ഇതുപോലെ തന്നെ നമുക്ക് ഒരു വേർഡ് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരൊറ്റ വേർഡാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഈ വേർഡിൻ്റെ എവിടെയെങ്കിലും മൗസ് പോയിൻ്റർ കൊണ്ടുവരിക. അതിനുശേഷം ഡബിൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വേർഡ് സെലക്റ്റഡ് ആകും. ഒരു ലെറ്റർ മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ, ഒരൊറ്റ ക്യാരക്ടർ എന്തെങ്കിലുമാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ മൗസ് പോയിൻ്ററിൽ കഴ്സർ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ കൊണ്ടുവരിക. ഇപ്പോൾ ഈ ജി എന്നുള്ള ക്യാരക്ടറാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ മൗസ് പോയിൻ്റർ ഇപ്പോൾ സിയുടെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവരിക, എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ജിയുടെ ലെഫ്റ്റ് സൈഡിലാണ് കഴ്സർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് എന്നെഴുതിയിരിക്കുന്ന കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് റൈറ്റ് ആരോ കീ ഒന്ന് പ്രസ് ചെയ്യുക. കഴ്സറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ജി എന്നുള്ള ക്യാരക്ടർ സെലക്ട് ചെയ്യപ്പെട്ടു. ഇനിയിപ്പോൾ കഴ്സർ ഇങ്ങനെ ജിയുടെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഷിഫ്റ്റ് എന്ന കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് ആരോ കീ ഒരു തവണ പ്രസ് ചെയ്യുക. അങ്ങനെയും നമുക്ക് ആ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത് ഫുള്ളായി സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ആരോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ധാരാളം ഫോൺ സ്റ്റൈൽസ് കാണാം. നമ്മൾ ഓരോ ഫോൺ സ്റ്റൈലിലേക്കും മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ ഇവിടെ അതനുസരിച്ച് ഫോൺ സ്റ്റൈൽ മാറുന്നത് നമുക്ക് കാണാം. നമുക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്യാം. ഈ സെലക്ഷൻ മാറാനായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഈ ഫോൺ സ്റ്റൈലിലായിരിക്കും വരുന്നത്. നമ്മളിങ്ങനെ ഇതേ ഫോൺ സ്റ്റൈലിൽ ടൈപ്പ് ചെയ്ത ശേഷം താഴോട്ട് മറ്റേതെങ്കിലും ഫോൺ സ്റ്റൈലിലാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഇവിടെ നമുക്ക് വേറൊരു ഫോൺ സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ആ ഫോൺ സ്റ്റൈലിലായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു പേജ് മുഴുവനും ഒരേ ഫോൺ സ്റ്റൈൽ മതിയെങ്കിൽ ആദ്യം നമ്മളിവിടെ വന്ന് ഫോൺ സ്റ്റൈൽ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ടൈപ്പ് ചെയ്ത് തുടങ്ങുക. അതല്ല ഇടയ്ക്ക് കുറച്ച് ഭാഗത്തേക്കാണ് നമുക്ക് മറ്റൊരു ഫോൺ സ്റ്റൈൽ ആവശ്യമെങ്കിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായി ഈ കാണുന്ന കമാൻഡ് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ളതാണ്. ഇവിടെ ഇപ്പോൾ 16 എന്നാണ് കിടക്കുന്നത്. അതായത് ഈ ഫോണ്ടിൻ്റെ സൈസ് 16 ആണ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം 16 എന്നുള്ള സൈസിലുള്ള ഫോണ്ടാണ്. ഇത് നമുക്ക് കൂട്ടാനായിട്ട് ഈ ആരോ കീ ഒന്ന് പ്രസ് ചെയ്താൽ അവിടെ വേറെയും നമ്പേഴ്സ് ഉണ്ട്. അതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. പിന്നീട് 10 കൊടുത്തു കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് കുറയും. അതുപോലെ നമുക്ക് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം. മുകളിലോട്ട് പോകുമ്പോൾ ഫോണ്ട് സൈസ് കുറഞ്ഞു വരും. ഇനി ഇത് തന്നെ നമുക്ക് ഇവിടെയും ലഭിക്കുന്നതാണ്. അതായത് ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫോണ്ട് സൈസ് കൂടും. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ലെവൽ കൂടും. അതനുസരിച്ച് ഇവിടെ നമ്പർ മാറുന്നതാണ്. നേരത്തെ 16 ആയിരുന്നു, ഇപ്പോൾ 18 ആയി. ഇനി ഒന്നും കൂടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 18 എന്നുള്ളത് 20 ആയി. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് അതേപോലെ തന്നെ
ഡിക്രീസ് ആകുന്നത് കാണാം ഫോണ്ട് സൈസ്. ഇപ്പോൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് 18 ആയി. വീണ്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ അത് 16 ആയി. ഇനി അടുത്തതായിട്ട് ഇവിടെ വരുമ്പോൾ ചേഞ്ച് കേസ് എന്നും കാണാം. ഓരോ കമാൻഡും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ നമുക്ക് ബോക്സിനകത്ത് എഴുതി ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ ഇത് ചേഞ്ച് കേസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് നമ്മൾ ഈ കമാൻഡ് അപ്ലൈ ചെയ്യേണ്ട ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ആരോ സെലക്ട് ചെയ്യുക. പിന്നീട് നമുക്ക് അപ്പർ കേസ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോൺസ് കംപ്ലീറ്റ് അപ്പർ കേസിലോട്ട് മാറിയിരിക്കുന്നത് കാണാം. ഇനി നമുക്കത് ലോവർ കേസ് ആക്കണമെങ്കിൽ വീണ്ടും അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോവർ കേസ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ള് ലോവർ കേസിലോട്ട് മാറി. ഇനി സെൻറ്റൻസ് കേസിലോട്ട് മാറ്റണമെങ്കിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്ററിലും ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിലും വന്നിരിക്കുന്നത് കാണാം. സെൻറ്റൻസിൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്നത് കാണാം. ഇനി അടുത്ത കമാൻഡ് ക്ലിയർ ഓൾ ഫോമാറ്റിംഗ്. അതായത് നമ്മളിങ്ങനെ കൊടുക്കുന്നതെല്ലാം ഫോമാറ്റിംഗ് ആണ്. ഈ ഫോമാറ്റിംഗ് എല്ലാം ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ വരുത്തിയിട്ടുള്ള എല്ലാ ഫോമാറ്റിങ്ങും മാറിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഈ ഒരു ഫോൺ സ്റ്റൈലാണ്. അതിലേക്ക് തന്നെ വന്നിരിക്കുന്നത് കാണാം. ഇനി അടുത്തതായി ബോൾഡ് എന്നുള്ള കമാൻഡ്. ബോൾഡ്നെസ് കൂട്ടുവാനും കുറയ്ക്കാനായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ലെറ്റേഴ്സൊക്കെ ബോൾഡായിരിക്കുന്നത് കാണാം. ബോൾഡ്നെസ് മാറ്റണമെങ്കിൽ വീണ്ടും അത് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ തന്നെ ഈ ബി എന്നുള്ള ഭാഗത്ത് തന്നെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് തന്നെയാണ് ബോൾഡ്നെസ് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടി സെലക്ട് ചെയ്യാം. അടുത്ത കമാൻഡ് നമുക്ക് നോക്കാം. അത് ഇറ്റാലിക്സ് ആണ്. അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇറ്റാലിക്സിലോട്ട് മാറി. വീണ്ടും അവിടെ തന്നെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും പഴയത് കണക്കാകുന്നത് കാണാം. ഇനി അടുത്തത് അണ്ടർലൈൻ ചെയ്യുന്നത്. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്താൽ യു എന്നുള്ള ഭാഗത്ത് ഒന്ന് സെലക്ട് ചെയ്താൽ അതിന് ഡിഫോൾട്ടായിട്ട് സിംഗിൾ ലൈനാണ് അണ്ടർലൈനിങ് വരുന്നത്. അണ്ടർലൈൻ ചെയ്യുന്നത് ഡബിൾ ലൈനും മറ്റും വേണമെങ്കിൽ ഈ ആരോ ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഡബിൾ ലൈനുണ്ട്, ബോൾഡുണ്ട്, അങ്ങനെയുള്ളതൊക്കെ വേറെ സ്റ്റൈൽസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ബോൾഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ബോൾഡിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കാണാം. ഇനി ഈ അണ്ടർലൈന് മാറ്റണമെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി അടുത്തതായി ഈ കമാൻഡ് നോക്കാം. ഇത് സ്ട്രൈക്ക് ത്രൂ എന്നുള്ള കമാൻഡാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു വേർഡോ സെൻറ്റൻസോ ഇറേസ് ചെയ്യാതെ അത് നമുക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇടണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വേർഡ് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സ്ട്രൈക്ക് ത്രൂ കമാൻഡ് ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് കാണാം. അത് നമുക്ക് മാറ്റാനായി വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് തന്നെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായി ഈ കമാൻഡ് എന്താണെന്ന് നോക്കാം. സബ്സ്ക്രിപ്റ്റ്. ഇത് കൂടുതലും നമ്മൾ കെമിക്കൽ ഫോമിലായി മറ്റും എഴുതുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൻ്റെ കെമിക്കൽ ഫോമുല CO2 എന്നെഴുതുമ്പോൾ 2 ഓയുടെ താഴെയാണല്ലോ വരേണ്ടത്. അതിനായിട്ട് നമ്മൾ 2 സെലക്ട് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കഴ്സർ 2ൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്താൽ ഒറ്റ ക്യാരക്ടറായിട്ട് പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ സബ്സ്ക്രിപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ 2 എന്നുള്ളത് താഴോട്ട് വന്നിരിക്കുന്നത് കാണാം. ഇത് ഈ ഫോൺ സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇനി ഇതിന് ശേഷം നമ്മൾ മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാം സബ്സ്ക്രിപ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ഇവിടെ ഈ സബ്സ്ക്രിപ്റ്റ് എന്നുള്ളത് ഇപ്പോഴും സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമുക്കിതൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സെലക്ഷൻ അങ്ങ് മാറി. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ തന്നെയായിരിക്കും വരുന്നത്. ഇനി അടുത്തതായി സൂപ്പർ സ്ക്രിപ്റ്റ്, അതായത് മുകളിൽ ഇതേപോലെ ടൈപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ A² + B² എന്നുള്ളത് സാധാരണ രീതിയിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ
ഇങ്ങനെയായിരിക്കും വരുന്നത്. നമുക്ക് ഈ 2 എന്നുള്ളത് എയുടെ മുകളിലേക്ക് കൊണ്ടുപോകണം, അതുപോലെ ബിയുടെ മുകളിലേക്കും നമുക്ക് ഈ 2നെ കൊണ്ടുപോകണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ 2 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതും അതേപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതങ്ങനെ സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് മുകളിലേക്ക് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇനിയും ടൈപ്പ് ചെയ്യുന്നതെല്ലാം സൂപ്പർ സ്ക്രിപ്റ്റായിട്ടായിരിക്കും വരുന്നത്. ഇതൊഴിവാക്കാനും നമുക്ക് ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ടൈപ്പ് ചെയ്യുന്നത് പഴയ കണക്ക് തന്നെയായിരിക്കും വരുന്നത്. ഇനി അടുത്തതായി ടെക്സ്റ്റ് ഇഫക്റ്റ് അതൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ ആരോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരുപാട് സ്റ്റൈൽസ് കാണാം ടെക്സ്റ്റിൻ്റെ. അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് സെലക്ട് ചെയ്യുക. പിന്നീട് ഈ ആരോ സെലക്ട് ചെയ്യുക. മൗസ് പോയിൻ്റർ ഇവിടെ ഓരോ ഭാഗത്തേക്ക് ഓരോ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനിൽ ആ മാറ്റം വരുന്നത് കാണാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യാവുന്നതാണ്. താഴേക്ക് വേറെയും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഔട്ട്ലൈന് വേറെ കളേഴ്സ് നമുക്ക് കൊടുക്കാം ഔട്ട്ലൈനായിട്ട്. അതുപോലെ ഷാഡോ, നമുക്ക് എന്തെങ്കിലും ഷാഡോ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് സൈസ് ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടാം. അന്നേരം നന്നായിട്ടത് ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഷാഡോ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഗ്ലോ എന്നുള്ള ഓപ്ഷനുണ്ട്. ഗ്ലോ ഇഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ഗ്ലോ ഇഫക്റ്റും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിഫ്ലക്ഷൻ, അങ്ങനെ നമുക്ക് ഇതിനകത്ത് നിന്നും നോക്കി നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തതായി ഈ കമാൻഡ് എന്താണെന്ന് നോക്കാം. അതിനും നമുക്കിത് സെലക്ട് ചെയ്യാം. ഇവിടെ റെഡ് കളർ എ എന്ന് എഴുതിയിട്ട് റെഡ് കളർ കാണാം. ഫോണ്ട് കളർ എന്ന് നമുക്കിവിടെ എഴുതിയിരിക്കുന്നത് കാണാം. അതായത് ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള കമാൻഡാണിത്. ഇപ്പോൾ ഇവിടെ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെഡ് കളറായിരിക്കുന്നത് കാണാം. ഇനി വേറെ കളർ വേണമെങ്കിൽ ഈ ആരോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കളർ എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ കൂടുതൽ കളേഴ്സ് വേണമെങ്കിൽ മോർ കളേഴ്സ് അത് സെലക്ട് ചെയ്യുക. ഇവിടെ സ്റ്റാൻഡേർഡ് എന്നും കാണാം, കസ്റ്റം എന്നും കാണാം. സ്റ്റാൻഡേർഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഈ ഫോണ്ടിൻ്റെ കളറാണ് കറണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കളർ ഇവിടെ നമുക്ക് കാണാം. ഇത് മതിയെങ്കിൽ നമുക്ക് ഇതെടുക്കാം. അതല്ല വേറെ കളർ വേണമെങ്കിൽ ഇവിടെ നിന്ന് അടുത്ത സെലക്ട് ചെയ്യാം, അതിവിടെ കാണിക്കും. നമുക്കിത് മതിയെങ്കിൽ അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ കളർ നമ്മൾ സെലക്ട് ചെയ്ത കളറായിട്ട് ചേഞ്ച് ആയിരിക്കുന്നത് കാണാം. ഇനി കസ്റ്റം നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇവിടെ ഇങ്ങനൊരു ബാറുണ്ട്. നമുക്ക് ഈ ഒരു ആരോ മൗസ് പോയിൻ്റർ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് നമുക്ക് മുകളിലോട്ടും താഴോട്ടും കൊണ്ടുപോകാവുന്നതാണ്. നമ്മളിങ്ങനെ മുകളിലേക്കും താഴേക്കും മാറുന്നതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ന്യൂ എന്നുള്ള ഭാഗത്ത് കളർ ചേഞ്ച് ആയിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ ആ ഒരു ഇവിടെ വരുമ്പോഴത്തേക്ക് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്താൽ മതി. അപ്പോൾ ഈ കളറ് ഇതിനായിരിക്കുന്നത് കാണാം. അപ്പോൾ ഇനി നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ ഈ കളറായിരിക്കും ഈ ഫോണ്ടിന് ആകുന്നത്. വേറെ കളേഴ്സ് വേണമെങ്കിൽ അവിടെ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരിക. അതിനുശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് അതിൻ്റെ ഷെയ്ഡ് നമുക്ക് ഈ ബാറിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. എവിടെയാണോ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് അതനുസരിച്ച് ഇവിടെയും ചേഞ്ചസ് വരുന്നത് കാണാം. ചേഞ്ച് ചെയ്യാതെ ഈ ബോക്സിൽ നിന്നും എക്സിറ്റ് ചെയ്യണമെങ്കിൽ ക്യാൻസൽ കൊടുത്താലും മതി. ഇനി ഇവിടെയും ലോഞ്ച് ബട്ടൺ ഉണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതുപോലെ. അവിടെയും വേറെയും ധാരാളം കമാൻഡ്സ് ഉണ്ട്. ഇവിടെ ഫോണ്ടുമായിട്ട്
കണക്റ്റഡ് ആയിട്ടുള്ള കമാൻഡ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അഡ്വാൻസ്ഡ് കൊടുത്താൽ വേറെയും നമുക്ക് കമാൻഡ്സ് കാണാം. ക്യാരക്ടർ സ്പേസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട കമാൻഡ്സ് അല്ല. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്, മെയിൻ കമാൻഡ്സൊക്കെ പഠിച്ചതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.